സൗദി പ്രോമട്രിക്കിന് ചോദിച്ച ഏറ്റവും പുതിയൊരു ക്വസ്റ്റ്യൻ നമുക്ക് പരിചയപ്പെടാം. നേരെ ഞാൻ ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. എ 7-year-old ചൈൽഡ് വിത്ത് ബീറ്റാ താലസീമിയ മേജർ റിക്വയർസ് റെഗുലർ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻസ്. വിച്ച് മെഡിക്കേഷൻ ഈസ് പ്രിസ്ക്രൈബ്ഡ് ടു പ്രിവെൻറ്റ് കോംപ്ലിക്കേഷൻസ് ഡ്യൂ ടു റിപ്പീറ്റഡ് ട്രാൻസ്ഫ്യൂഷൻസ്? ഫോളിക് ആസിഡ്, ഹൈഡ്രോക്സിയൂറിയ, ഡെഫറാസിറോക്സ്, പ്രെഡ്നിസലോൺ. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്. 7 വയസ്സുള്ള ഒരു കുട്ടിക്ക് ബീറ്റാ താലസീമിയ മേജറാണ്. അതിന് റെഗുലറായിട്ട് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻസ് ആവശ്യമാണ്. അപ്പം ഏത് മെഡിക്കേഷനാണ് കൊടുത്തിട്ട് എന്ത് ചെയ്യണം? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻസ് റിപ്പീറ്റഡായിട്ട് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻസിന് പോകുന്ന ഒരു പേഷ്യൻറ്റിൽ കോംപ്ലിക്കേഷൻ ഉണ്ടാവും. ആ കോംപ്ലിക്കേഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ഏത് മെഡിക്കേഷനാണ് കൊടുക്കുന്നതെന്നാണ് ചോദ്യം, അല്ലേ? അതല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി നമുക്കിത് ക്വസ്റ്റ്യൻ ആൻസറിലോട്ട് വരാം. അതിന് മുമ്പ് ഞാൻ കുറച്ച് കാര്യങ്ങൾ പരിചയപ്പെടുത്താം. ആദ്യം നമുക്ക് അതിനകത്ത് ബീറ്റാ താലസീമിയ മേജറിനെ കുറിച്ചൊന്ന് മനസ്സിലാക്കാം. അതിനു മുമ്പ് നമുക്കറിയാം നമ്മുടെ ബ്ലഡിൽ അല്ലേ ഓക്സിജനെ ക്യാരി ചെയ്യുന്നത് RBC ആണ്, റെഡ് ബ്ലഡ് സെൽസ് ആണ്. കൃത്യമായിട്ട് പറഞ്ഞാൽ റെഡ് ബ്ലഡ് സെൽസിനകത്ത് പിഗ്മെൻറ്റഡ് പ്രോട്ടീനായിട്ട് ഹീമോഗ്ലോബിൻ ഉണ്ട്. ആ ഹീമോഗ്ലോബിനാണ് ബ്ലഡിൽ ഓക്സിജനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്, അത് നമുക്കറിയാം, അല്ലേ? ഈ ഹീമോഗ്ലോബിൻ്റെ സ്ട്രക്ചർ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് 4 ഗ്ലോബിൻ ചെയിൻസ് ഉണ്ട്, 2 ആൽഫയും 2 ബീറ്റയും. അതിൽ 4 ഹീം യൂണിറ്റുകളുണ്ട്, 4 അയൺ ആറ്റംസ് ഉണ്ട്. ആ അയൺ ആറ്റംസ് ആണ് ഈ ഓക്സിജനെ ക്യാരി ചെയ്യുന്നത്. അപ്പം ജെനറ്റിക്കൽ തകരാറ് കൊണ്ട്, അങ്ങനെ തന്നെ പറയേണ്ടി വരും, ജനിതകപരമായിട്ടുള്ള ഒരു പ്രശ്നമാണ് ഈ ഒരു അസുഖം, ബീറ്റാ താലസീമിയ മേജർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ജനിതകപരമായിട്ടുള്ള തകരാറ് കാരണം ഈ നമ്മുടെ ബീറ്റ ചെയിൻസ് ഉണ്ടല്ലോ, അത് ആബ്സെൻ്റ് ആവുകയോ അല്ലെങ്കിൽ അതിൻ്റെ പ്രൊഡക്ഷൻ കുറയുകയോ ചെയ്യുന്ന അവസ്ഥയാണ് ബീറ്റാ താലസീമിയ മേജർ എന്ന് പറയുന്നത്. നമുക്കറിയാം ബേസിക്കലി അത് ഹീമോഗ്ലോബിൻ്റെ ഭാഗമാണ് ഈ എന്താ പറയുന്നത് ഗ്ലോബിൻ ചെയിൻസ് എന്ന് പറയുന്നത്. അതില്ലാതെ വരുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ എണ്ണം കുറയുമ്പോഴത്തേക്ക് എന്താ പറയണ്ടേ, നമ്മുടെ ബ്ലഡിൽ അനീമിയ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, അല്ലേ? ഓക്സിജൻ പ്രോപ്പറായിട്ട് ബ്ലഡിൽ ക്യാരി ചെയ്യാൻ പറ്റാത്ത അല്ലെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയ്ക്കാണ് നമ്മൾ അനീമിയ എന്ന് പറയുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ബീറ്റാ താലസീമിയ മേജർ അല്ലെങ്കിൽ ഈ ഗ്ലോബിൻ ചെയിൻസ് ഇല്ലാത്ത അവസ്ഥ വരുമ്പോഴത്തേക്ക് ഇവർക്ക് സിവിയർ അനീമിയ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒരു പോയിന്റ് കൂടെ ആഡ് ചെയ്യണം, വേറെ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യനിൽ കിട്ടിയേക്കുക, അതുകൊണ്ട് പറയുന്നതാണ്. ഇത് ഒരു ഓട്ടോസോമൽ റിസസീവ് ഡിസോർഡർ ആണ്. ജനറ്റിക്കൽ ഡിസോർഡർ ആണെന്ന് ഞാൻ പറഞ്ഞു, ജനറ്റിക്കലി ഇൻഹെറിറ്റൻ്റായിട്ട് കിട്ടുന്നതാണ്. ഇതൊരു എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പേരൻസും കാരിയർ ആണെങ്കിൽ മാത്രമേ കുഞ്ഞിലോട്ട് ഈ ഒരു അസുഖം വരത്തുള്ളൂ. ഓക്കെ, അതും കൂടെ ഒന്ന് അറിഞ്ഞു വെച്ചേക്കാം. ഇനി ഞാൻ കാര്യത്തിലോട്ട് വരാം. ഈ ഒരു അസുഖമുള്ളവരിൽ സിവിയർ അനീമിയ ഉണ്ടാവും എന്ന് പറയുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ലൈഫ് ലോങ് റെഗുലറായിട്ട് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻസ് വേണ്ടി വരും. അങ്ങനെ റിപ്പീറ്റഡായിട്ട് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻസ് ചെയ്യുന്ന ഒരു പേഷ്യൻറ്റിൽ അല്ലേ RBC ബ്രേക്ക് ഡൗൺ ചെയ്യപ്പെട്ടിട്ട് അല്ലെങ്കിൽ ഹീമോലൈസിസ് ഉണ്ടായിട്ട് കണ്ടമാനം അയൺ അടിഞ്ഞുകൂടി അയൺ ഓവർലോഡ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കാം, ബീറ്റാ താലസീമിയ മേജറുള്ള പേഷ്യൻറ്റിൽ അയൺ ഓവർലോഡിൻ്റെ റിസ്ക് ഉണ്ട്. അതാണ് ഞാൻ ഈ കറക്കിക്കൊണ്ട് പറഞ്ഞുകൊണ്ട് വന്ന കാര്യം, അത് മറന്നു പോകരുത്. അങ്ങനെ അയൺ ഓവർലോഡ് വന്നു കഴിഞ്ഞാൽ ഹാർട്ടിന് പ്രശ്നമുണ്ടാകാം, ലിവറിന് പ്രശ്നമുണ്ടാകാം, എൻഡോക്രൈൻ ഓർഗൻസിനൊക്കെ ഡാമേജ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അത് നമ്മൾ ഫിക്സ് ചെയ്യണം. അയൺ ഓവർലോഡിനെ ഉണ്ടാകാതിരിക്കാൻ അത് വരും. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വേണ്ട കാര്യങ്ങൾ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് അയൺ ചീലേറ്റിംഗ് ഏജൻറ്റ് കൊടുക്കാം. അതിൽ തന്നെ കൃത്യമായിട്ട് പറഞ്ഞാൽ ക്രോണിക്കായിട്ടുള്ള ഇങ്ങനത്തെ ഒരു അവസ്ഥ എന്ന് വെച്ചാൽ സ്ഥിരമായിട്ട് ഇവർക്ക് അയൺ ഓവർലോഡ് ഉണ്ടാകുന്ന അവസ്ഥയിൽ ഓറലി കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ പറഞ്ഞ നമ്മുടെ ആൻസർ ഇവിടെ വന്നിട്ടുണ്ട്. എന്താണ്? ഡെഫറാസിറോക്സ് എന്ന് പറയുന്ന അത് ഓറലി എഫക്റ്റീവ് എന്നല്ല, ഓറലി കൊടുക്കാൻ പറ്റുന്ന അയൺ ചീലേറ്റിംഗ് ഏജൻ്റാണ്. ഒരു പോയിൻ്റ് ആഡ് ചെയ്യുക. എന്താണ് അയൺ ചീലേറ്റിംഗ് ഏജൻ്റ് എന്ന് ചോദിച്ചാൽ സിമ്പിളായിട്ട് ഇങ്ങനെ മനസ്സിലാക്കാം. ഇങ്ങനെ എക്സസ് ആയിട്ടുള്ള അയൺ ബ്ലഡിൽ ഉണ്ടാകുന്ന സമയത്ത് കൂടുതലായിട്ടുള്ള ഈ അയണിനെ ബൈൻഡ് ചെയ്തിട്ട് യൂറിനിലൂടെയോ സ്റ്റൂളിലൂടെയോ പുറന്തള്ളാൻ സഹായിക്കുന്ന എന്താ പറയുന്നത് ഡ്രഗ്സിനെയാണ് നമ്മൾ അയൺ ചീലേറ്റിംഗ് ഏജൻറ്റ്സ് എന്ന് പറയുന്നത്. അത് ഓറലി കൊടുക്കാൻ പറ്റുന്ന ഈ പറഞ്ഞ ഡെഫറാസിറോക്സും പിന്നെ മറ്റത് നിങ്ങൾ കൂടുതൽ കേട്ടിട്ടുള്ളതായിരിക്കും ഡെഫറോക്സമൈൻ എന്ന് പറയും. അത് പേരൻട്രൽ റൂട്ടിൽ IV ആയിട്ടും സബ്ക്യൂട്ടേനിയസും ആയിട്ടൊക്കെ കൊടുക്കാൻ പറ്റും. അത് മറ്റൊരു ആൾട്ടർനേറ്റീവ് ഓപ്ഷനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് ഇനിയൊരു ക്വസ്റ്റ്യനിൽ ഡെഫറാസിറോക്സ് ആയിരിക്കത്തില്ല, ചിലപ്പോൾ ഡെഫറോക്സമൈൻ ആയിരിക്കും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ചൂസ് ചെയ്യുക. മനസ്സിലായോ? മതിയാവും അല്ലേ? ഇത്രയും കാര്യങ്ങളൊക്കെ ധാരാളം മതിയാവും. അപ്പോൾ അയൺ ഓവർലോഡ് അയൺ ചീലേറ്റിംഗ് ഏജൻ്റാണ് ഇവിടെ പ്രധാനമായിട്ട്. ആ കോംപ്ലിക്കേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നത്. ഫോളിക് ആസിഡ് ഒഴിവാക്കാം, ഹൈഡ്രോക്സിയൂറിയ കീമോതെറാപ്യൂട്ടിക് ഏജൻ്റാണ്, അത് ഒഴിവാക്കാം. പ്രെഡ്നിസലോൺ സ്റ്റീറോയിഡാണ്, അതും കൊടുക്കേണ്ട ആവശ്യമില്ല. സോ ഇവിടുത്തെ ഡ്രഗ് ഓഫ് ചോയ്സ് എന്ന് പറയുന്നത് റൈറ്റ് ആൻസർ ഓപ്ഷൻ C, ഡെഫറാസിറോക്സ്. DHA, ഹാദ്, MOH, പ്രോമെട്രിക്, എൻഗ്ലെക്സാറൻ, NHRA ഗവൺമെൻറ് എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന നഴ്സുമാർക്ക് വേണ്ടിയിട്ട്
വളരെ കോംപ്രിഹെൻസീവായിട്ട് തിയറി കവർ ചെയ്യുന്ന ക്വസ്റ്റ്യൻ ഡിസ്കഷൻസും പ്രാക്ടീസ് ചെയ്യാനുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസും ഒക്കെ ചേർന്നിട്ടുള്ള റെഗുലർ ക്ലാസ്സസും ക്രാഷ് കോഴ്സസും നമ്മുടെ നഴ്സിംഗ് ഫ്ലിക്സ് ലെക്ചേഴ്സ് ആപ്പിലും വെബ്സൈറ്റിലുമായിട്ടൊക്കെ അവൈലബിൾ ആണ്. അതിനകത്ത് തന്നെ ഫ്രീ ഡെമോ ക്ലാസ്സും ഉണ്ട്. ക്ലാസ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലോട്ട് കോൺടാക്റ്റ് ചെയ്യാം.